നമ്മുടെ വീട് നിർമ്മാണം അത് ഏറ്റവും ചിലവ് ചുരുങ്ങിയതാക്കുന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്. സാധാരണ നമ്മുടെ വീടുകൾക്ക് ഉപയോഗിക്കാറുള്ള മരത്തിൻ്റെ അതല്ലെങ്കിൽ കാട്ടുതേക്കിൻ്റെ ജനൽ വാതില കട്ടിലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് വളരെ ചിലവ് ചുരുങ്ങിയതും വളരെ പെട്ടെന്ന് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയതുമായ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ജനൽ വാതില കട്ടിലകൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഈ നിർമ്മാണം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റീൽ കട്ടിലകൾ നമ്മുടെ നിർമ്മാണത്തിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്, ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ജാസിംസ് പ്രാക്ടിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ടിപ്സ്. ഞാൻ എഞ്ചിനീയർ ജാസിം ആനമങ്ങാട്. വീട് നിർമ്മാണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റീൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കെല്ലാം ആദ്യം ഓടിയെത്തുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ള കൺസെപ്റ്റാണ്. എന്നാൽ മനസ്സിലാക്കുക, ഇവിടെ സ്റ്റീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മെറ്റൽ കോമ്പോസിഷൻ മാത്രമാണ്. ടാറ്റ, ജിൻഡാൽ പോലുള്ള പ്രിഡോമിനൻ്റ് കമ്പനികളുടെ പ്ലെയിൻ ഷീറ്റ് സ്റ്റീൽ ഷീറ്റുകൾ 16 ഗേജുള്ള സ്റ്റീൽ ഷീറ്റുകൾ ബെൻഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കട്ട്ലകളും വാതിൽ കട്ട്ലകളും ജനൽ കട്ട്ലകളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിൽ നമുക്ക് കാസ്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ വ്യത്യസ്ത ഷേപ്പിലും സൈസിലും ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ വീട് നിർമ്മാണം എല്ലാവരും ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്ന കാലമാണ്. അതിനാൽ തന്നെ പരമാവധി ജനൽ വാതിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്ന ഡിസൈനുകൾ അധികവും വരാറുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഏത് സൈസിലും ഏത് ഷേപ്പിലും നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റീൽ ഷീറ്റ് അതുപോലെ തന്നെ സ്റ്റീൽ ബാറുകൾ ബെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജനൽ വാതിൽ കട്ടിലകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ആഷ് കളറിൽ കാണുന്നത് അതിൻ്റെ എപ്പോക്സി പ്രൈമർ അഥവാ ഈ ഷീറ്റിന് മുകളിൽ നമ്മളൊരു പ്രൈമർ കോട്ടിങ് പുട്ടിയിട്ടിട്ട് എപ്പോക്സി പ്രൈമർ അടിച്ചുകൊണ്ട് വരുന്ന സ്റ്റീൽ വിൻഡോസിൻ്റെ ഫ്രെയിംസും ഡോർസിൻ്റെ ഫ്രെയിംസുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ മരത്തിൽ നമ്മൾ ഇത്തരം ഒരു വീടിന് വേണ്ട കട്ടില, ജനൽ കട്ടില, വാതിൽ കട്ടില എല്ലാം ചെയ്യണമെങ്കിൽ നോർമൽ കേസിൽ ഒരു മാസത്തോളം നമുക്ക് സമയമെടുത്ത് വരും. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15 ദിവസം കൊണ്ട് നമ്മൾക്ക് ഇത് നമ്മുടെ സൈറ്റിൽ ഡെലിവറി കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് വൈസ് വരുമ്പോൾ മരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കോസ്റ്റ് കുറവാണ് ഇത്തരം ഷീറ്റുകൾക്ക്. ഷീറ്റിൽ ബെൻഡ് ചെയ്തെടുത്ത ഒരു കട്ട്ല ആയതിനാൽ തന്നെ ഈ കട്ട്ലകളുടെ ഇടയിൽ വരുന്ന അതല്ലെങ്കിൽ ബെൻഡ് ചെയ്ത ഷീറ്റുകൾക്കിടയിൽ വരുന്ന ഇത്തരം ഹോളോ സ്പേസ് അതല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ സിമൻറ്റ് മോർട്ടാർ അതല്ലെങ്കിൽ സിമൻറ്റും മണലും കൂടിയ മിശ്രിതം കൊണ്ട് ഇതുപോലെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ കട്ട്ലയുടെ താഴ്ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇത് ഫില്ല് ചെയ്ത ശേഷം മാത്രമാണ് നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി സൈഡ് ആവട്ടെ, അത് നമ്മൾ പടുക്കുന്ന സമയത്ത് നമ്മുടെ ചുമർ പടവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്തു വരേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മരത്തിൽ നിർമ്മിച്ച ഇത്തരം കട്ട്ലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീൽ കട്ട്ലകൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിതൽ വരില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് വർക്ക് മാത്രമേ ഇതിൽ വരാറുള്ളൂ എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ മരത്തിൽ ചെയ്യാറുള്ള ഹെവി വാർണിഷ് അതല്ലെങ്കിൽ പോളിഷിംഗ് വർക്ക് മുതലായവ ആവശ്യമില്ല എന്നുള്ളതും കൂടെ മറ്റൊരു അഡ്വാൻറ്റേജാണ്. സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ ചില അഡ്വാൻറ്റേജസ് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഇനി ഇത്തരം സ്റ്റീൽ ഫ്രെയിംസ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് പ്ലെയിൻ ഷീറ്റിൽ നിന്ന് ഇത്തരം വിൻഡോ ഫ്രെയിംസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് ടെക്നിക്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് CNC മെഷീൻ അഥവാ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾസ് ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക് ആംസ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കമ്പ്യൂട്ടറിൽ കമാൻഡ്സ് അതല്ലെങ്കിൽ ഒരു ഡ്രോയിങ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഷീറ്റിൽ കറസ്പോണ്ടിങ് ഹോൾസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഡിസ്പ്ലേയിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഹോൾസ് അവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ യെല്ലോ ഷെയ്ഡ് കാണുന്നുണ്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഷീറ്റിൽ അവിടെ ഹോൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ്. നമ്മൾ വൺസ് അതിൻ്റെ ഡ്രോയിങ് ഫൈനലായ ശേഷം അത് കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ചെയ്ത ശേഷം ഈ ഷീറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ഹോൾസ് ഫോമേഷൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹോൾ പഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോയുടെ സൈഡിൽ അതിൻ്റെ ഗ്രിൽസ് വരാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട ഹോൾസാണ് ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ വിൻഡോ ഡിസൈൻ അനുസരിച്ച് എത്ര സ്പേസിലാണ് ഈ ഗ്രിൽ സ്പേസിങ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ ഡിസൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ആ ഡിസൈൻ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന് റെലവൻ്റ് ആയിട്ടായിരിക്കും ഇവിടെ കട്ടിങ് സംഭവിക്കുക. അത് നമ്മളുടെ ഈ ഷീറ്റിൽ ഇതിന് റെലവൻ്റ് ആയിട്ട് ഡ്രോയിങ്ങിന് റെലവൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ കറസ്പോണ്ടിങ് ആയിട്ട് കട്ടിങ് സംഭവിക്കും. CNC മെഷീനിൽ ഇത്തരം ഷീറ്റിൽ ഹോൾസ് പഞ്ച് ചെയ്ത ശേഷം നമ്മളത് കട്ടിംഗ് മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു. കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് കറക്റ്റായ രീതിയിൽ കട്ടിംഗ് മെഷീനിൽ വെച്ച ശേഷം ആ കട്ടർ ബ്ലേഡ് താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ചെറിയ ഷീറ്റിൻ്റെ സ്ലൈസസ് ആയിട്ട് മാറുകയും അത് അടുത്ത യൂണിറ്റിലേക്ക് കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ കട്ടിംഗ് മെഷീനിൽ പ്ലേസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം അതിലെന്തെങ്കിലും ഒരു ചെറിയ വളവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനൽ ഫ്രെയിമിലും ആ ഒരു പ്രയാസം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കട്ടിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡാണ്. കറക്റ്റ് ആ കട്ടിംഗ് ബ്ലേഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈസസ് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഈ മെഷീൻ്റെ ബാക്കിലേക്ക് വന്നത് സ്റ്റാക്ക് ചെയ്യപ്പെടും. പിന്നെ ഈ യൂണിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളത് ബെൻഡിങ് യൂണിറ്റിലേക്ക് നീക്കം ചെയ്യുന്നത്. ഇവിടെ ജനലിൻ്റെ സൈസിനനുസരിച്ച് അതിൽ വലുപ്പ ചെറുപ്പങ്ങൾ വരുന്നുണ്ട്. ഒരു ഷീറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പരമാവധി അതിന് വേസ്റ്റേജ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളതിൻ്റെ ഡ്രോയിങ്സ് തയ്യാറാക്കുന്നത്. അതനുസരിച്ചായിരിക്കും അവ നമ്മുടെ CNC മെഷീനിലേക്ക് പോകുന്നതും അതിനനുസരിച്ച് നമ്മളുടെ അളവുകൾ അനുസരിച്ച് ഇത്തരം കട്ടിംഗ് മെഷീനിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കട്ട് ചെയ്ത ഷീറ്റ് യഥാവിധം ബെൻഡിങ് മെഷീനിൽ ഇട്ടുകൊണ്ട് നമ്മളുടെ കട്ടിലയുടെ ഡിസൈനിനനുസരിച്ച് നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുന്ന ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. എഞ്ചിനീയറിംഗിന് സ്കോപ്പില്ലെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളോ നിങ്ങളുടെ മക്കളോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ കഴിഞ്ഞവരോ ആണോ? തുച്ഛമായ ശമ്പളം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണോ? സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തപാൽ വഴി നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ IIT, VIT, LBS തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം. സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു. പെൺകുട്ടികൾക്ക് ലേഡി മെന്റേഴ്സിന്റെ കീഴിൽ പ്രത്യേക സൗകര്യം. ബിൽഡിയോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ്, ചുങ്കം, പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്ട്. മൊബൈൽ 9562014225 9495640557. ഇനി അത്ര തന്നെ ഫുള്ളി എക്യുപ്ഡ് ആയ ഓട്ടോമാറ്റിക് ഹോൾ പഞ്ചിങ് മെഷീൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ളത് ഇത്തരം ഹോൾ പഞ്ചിങ് ഡൈസ് ആണ്. ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലി ഓരോ ഹോളിൻ്റെയും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഹോള് പഞ്ച് ചെയ്യും. ഈ ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു സ്ക്വയർ ബിറ്റാണ്. ഇത് നമുക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത്, സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ സ്ക്വയർ ബിറ്റും ഡയമണ്ട് ഷേപ്പ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബിറ്റിൻ്റെ പൊസിഷൻ മാറ്റുകയും ചെയ്യുന്നു. നല്ല ലൈറ്റിംഗ് ഒരു അനിവാര്യ ഘടകമാണ്. കാരണം ചെറിയൊരു ബെൻഡ് വന്നാൽ, ചെറിയൊരു പൊസിഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനലിൻ്റെ ഡിസൈനിൽ അതൊരു വൃത്തികേടായിട്ട് കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ലൈറ്റിംഗ് ഇത്തരം പഞ്ചിങ് യൂണിറ്റുകളിൽ നിർബന്ധമാണ്.
ഇപ്പോൾ നമുക്കവിടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തത് കാണാൻ സാധിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ച ശേഷമാണ് ഈ പഞ്ചസിൽ ഹോളിങ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടിരുന്നത് CNC മെഷീനിലാണെങ്കിൽ പ്ലെയിൻ ഷീറ്റിലായിരുന്നു ഹോള് പഞ്ച് ചെയ്തിരുന്നത്, അതിന് ശേഷമാണ് ബെൻഡിങ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ആവട്ടെ ബെൻഡ് ചെയ്ത ഷീറ്റിലാണ് നമ്മൾ ഹോൾസ് പഞ്ച് ചെയ്യുന്നത്. അഥവാ നമ്മുടെ റിക്വയർഡ് ഡയമെൻഷനിലുള്ള ഷീറ്റ് ആദ്യം ബെൻഡ് ചെയ്തെടുക്കും, അതിനുശേഷം അതിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹോൾസ് പഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു വലിയ ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വലിയ ഡൈ വെക്കുന്നതിന് പകരം ഒരു ഡൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ ഹോള് പഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. CNC യൂണിറ്റിന് ഇത്തരം ചെറിയ യൂണിറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ചെറിയ യൂണിറ്റുകൾക്ക് കൂടുതൽ മാൻ പവർ വേണ്ടി വരും. സ്റ്റീൽ വിൻഡോ നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രിൽ ഡിസൈൻ എങ്ങനെയാണോ അത് പ്രകാരം ഇവ വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോർണർ വിൻഡോയുടെ ഡിസൈനാണ്. അതിൻ്റെ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലായിട്ട് ബെൻഡ് ചെയ്ത കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് അതിൽ വെൽഡ് ചെയ്യുന്നു. ജനറലി ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് ഉപയോഗിച്ചാണ് ഇത്തരം വിൻഡോസിൻ്റെ വെൽഡിങ് ചെയ്യാറുള്ളത്. ഈ വെൽഡിങ് കഴിഞ്ഞ ശേഷം അതിൽ പുട്ടിയിട്ടുകൊണ്ട് അതിൻ്റെ ജോയിൻറ്റ്സ് ഗ്യാപ്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ പെയിൻറ്റിങ് യൂണിറ്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഇത്തരം ഗ്രിൽ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഗാൽവനൈസ്ഡ് പൈപ്പ് അഥവാ GP, അതുപോലെ തന്നെ പോളിഷ് റോഡ്, സ്ക്വയർ പോളിഷ് റോഡ് അതല്ലെങ്കിൽ സർക്കുലർ പോളിഷ് റോഡ് തുടങ്ങിയ മെറ്റീരിയലുകൾ ഉപയോഗിക്കാറുണ്ട്. വെൽഡിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് അഥവാ പെയിൻറ്റിങ് എന്നുള്ള സ്റ്റേജാണ്. സാധാരണ രീതിയിൽ ഫൈനൽ പെയിൻറ്റിങ് എല്ലാം വർക്ക് കഴിഞ്ഞ ശേഷമാണ് ചെയ്യാറ്. അപ്പോൾ അതിനൊരു കൊറോഷൻ റെസിസ്റ്റൻസിന് വേണ്ടി, തുരുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എപ്പോക്സി പ്രൈമറാണ് സാധാരണ ഇതിൽ അപ്ലൈ ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ വർക്ക് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പടവിനോട് കൂടെ തന്നെ ഇത്തരം വിൻഡോ ഫ്രെയിംസ് വെച്ച് പോരുന്നതാണ് ഉത്തമം. ഇനി മറ്റൊരു പെയിൻറ്റിങ് രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ കോട്ടിംഗ് ഉള്ള പെയിൻറ്റിംഗ് ആണ്. അത് കുറച്ചും കൂടെ ഒരു ഫിനിഷ്ഡ് ഗ്ലോസി അപ്പിയറൻസ് എല്ലാം ഉണ്ടാവും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പടവ് കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മുടെ ജനൽവാതിലുകൾ പ്ലേസ് ചെയ്യുന്നതാണ് ഉത്തമം. സ്റ്റീൽ ജനൽവാതിലുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിൻ്റെ നിർമ്മാണ രീതിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കണ്ടത്. ഇനി ഇത്തരം വിൻഡോസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാം, നമ്മുടെ നിർമ്മാണത്തിൽ ഇത്തരം സ്റ്റീൽ വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ നിർമ്മാണത്തിൽ ഇത്തരം സ്റ്റീൽ വിൻഡോസ് ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഞ്ചിനീയറിംഗ് ടീമിനെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ എഞ്ചിനീയേഴ്സ് സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ മെഷർമെൻ്റ് എടുത്ത് നിങ്ങളുടെ പ്ലാനിനനുസരിച്ച രീതിയിലുള്ള സ്റ്റീൽ ആൻഡ് വിൻഡോസിൻ്റെ ഡീറ്റെയിൽഡ് ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ കൊട്ടേഷനും നൽകുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിം ആനമങ്ങാടൻ.